നമ്മളെ ലഞ്ച് ടൈം ഏകദേശമായി. ഇപ്പോ ഒരു 12:30 കഴിഞ്ഞ് 12:45. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഏകദേശം റെസ്റ്റോറന്റ് അടുത്ത് എത്തി. ഇപ്പൊ ലഞ്ചിന് എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം. നമ്മളെ റെസ്റ്റോറന്റ് നമ്മൾ നേരത്തെ വന്ന റെസ്റ്റോറന്റ് ആണ്, അത് തന്നെയാണ് ഇത്. പിന്നെ അപ്പൊ എനിക്ക് കാണിച്ചു തരാം എന്തൊക്കെയുള്ള. തിരക്കൊന്നുമില്ല കേട്ടോ റെസ്റ്റോറന്റ്. മേ ബി ലഞ്ച് ടൈം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ മാളു? ഓക്കെ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല വലിയ ഡൈനിങ് ഏരിയ ആണ്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഫുഡ് എടുക്കാൻ പോകണം. നമ്മളെ സാധനങ്ങളൊക്കെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പിക്കിൾസ് ഉണ്ട്. എടുത്തോ. ഇത് നമ്മളെ നാട്ടിലെ ചമ്മന്തി അല്ലേ? ഇത് നമ്മളിതാണ് ബനാന ഫ്ലവർ കൂമ്പ്, ഡ്രൈ ഫിഷ് ഫ്രൈ, ഉണക്കമീൻ, പിന്നെ കോക്കനട്ട്. മണു ഇതാ ചോറ് ഇതാ തുറന്നു നോക്കിയേ. കുറച്ചെടുത്തോ. എടുത്തോ മണു കുറച്ച്. എന്താണ് ചൈനീസ് ഹോം സ്റ്റൈൽ ഡക്ക് സ്റ്റൂ. ഡക്ക് സ്റ്റൂ എടുത്തോ. ഡക്ക് സ്റ്റൂ ആണ് താറാവിന്റെ. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ബീഫാണ് വേണ്ട. ഓക്കെ, എന്നാ സ്കിപ്പ് ചെയ്യും. സ്മാഷ്ഡ് പൊട്ടാറ്റോ വേണോ? വേണ്ട. സ്മാഷ്ഡ് പൊട്ടാറ്റോ. ബോയിൽഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ റെഡ് റൈസ്. നമ്മുടെ നാട്ടിലെ ചോറായിരിക്കും തോന്നുന്നു. അതെ, കുത്തരീന്റെ ചോറാണ്. ദാൽ കറി എടുത്തോ. യെസ്. വെണ്ടയ്ക്കാണ് ബിന്ദി മസാല. ബ്രിഞ്ചാൾ, വഴുതിനിങ്ങ, ബീഫ് കറി. അങ്ങനെ മാള് കുറച്ച് ബീഫ് കറിയൊക്കെ എടുത്തു. ഇനി നമുക്ക് നോക്കണം ഇവിടെ വേറെ എന്തൊക്കെയാണ് കൗണ്ടർ ഉള്ളതും എന്തൊക്കെ കിട്ടും എന്നുള്ളതും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അടുത്തൊരു സെക്ഷൻ അവിടെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷും ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാസ്ത അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മളൊരു ബ്രെഡിൻ്റെ സെക്ഷനിലെത്തി. പല വെറൈറ്റി ഓഫ് ബ്രെഡ്, ബന്ന് അതൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ ഡെസേർട്ട്സ് ഉണ്ട്, ഐസ്ക്രീംസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് ആണ്, എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ. അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറേ ചോക്ലേറ്റിൻ്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തണുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സലാഡ്സ് ഉണ്ട്, അതുപോലെ ചീസ് ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ. നമ്മൾ കാണാത്ത കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മേ ബി പല രാജ്യക്കാരും കഴിക്കുന്നതായിരിക്കും. ചിക്കൻ എടുത്തു. കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യുന്ന എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് വേണമെങ്കിൽ റൈസിലേക്ക് എത്താന്ന് വെച്ചു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ദാലും റൈസും. അങ്ങനെയുള്ള മാളു നല്ല ടേസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റൈൽ തന്നെയാണ്. ഓക്കെ, ബീഫിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബീഫ്, നാട്ടില് തേങ്ങ അരച്ച് വെക്കുന്ന പോലത്തെ ടേസ്റ്റ്. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ കാണുമ്പോൾ വേറെ മസാലയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. ചിക്കൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ 2 ജ്യൂസ് ഓർഡർ ചെയ്തു. റീമോ പൈനാപ്പിളും ഞാൻ ഓറഞ്ച് ജ്യൂസ്. റെഡ് റൈസ് ആണ് എടുത്തത്. റീമോ എങ്ങനെയുണ്ട്? റെഡ് റൈസും ബീഫിന്റെ കറിയും. ബീഫ് കറി നല്ലതല്ലേ? പിന്നെ അതെന്നാ ഒരു ചട്നി വന്നു. നമ്മളൊരു കൊണ്ടാട്ട മുളക്, തീരെ ഉണക്ക് കഴിക്കാത്ത ആളാന്ന് ഉണക്കെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഉണക്കം അടിപൊളി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എടുത്ത സാധനങ്ങള്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കോൾഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതും കോൾഡ് തണുപ്പിലായിരുന്നു. ഈ ഐറ്റംസ് ഒക്കെ ഈ ബന്ന് പോലത്തെ വെച്ച് ബാക്കിയൊക്കെ തണുപ്പിച്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ബീഫാണ്. ഇത് ചീസിന്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേരാണ് ഓർമ്മയില്ല. പിന്നെ ഇത് 2 ഡിഫറൻറ്റ് സലാഡ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ കുക്ക് ചെയ്താണോന്ന് വരെ സംശയമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ്.
അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യൻ ഫുഡാണ് മാത്രം എടുത്തത്. കുക്ക് ചെയ്തിട്ടുള്ള ഇതൊന്നും വരെ മനസ്സിലാവുന്നില്ല. എന്നാലും പച്ചന്റെ ഒരു കുക്ക് ചെയ്യാത്തതിന്റെ ഒരു ഫീലൊന്നും വരുന്നില്ല. അടുത്ത് ഈ ഓറഞ്ച് കളറുള്ള സാധനത്തിന് ചെറിയൊരു പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. കാരണം ഈ ചീസ് എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് വലിയ പീസായി, പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു പീസാണ് ഈ ഓറഞ്ച് എടുത്തത്. എന്നാ നോക്കട്ടെ. കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വീറ്റ് ഒന്നുമില്ല. പക്ഷെ ടേസ്റ്റ് എന്താ പറയാ, നമ്മുടെ വായിലൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ക്രീം പോലത്തെ ഒരു സാധനം ചവക്കുന്ന പോലെയുണ്ട്. അടുത്തത് ബീഫിന്റെ ഒരു സാധനമാണ്. അതൊന്നും അറിയില്ല, പക്ഷെ കുക്ക് ചെയ്തതിനും ഇല്ലൊന്നും മനസ്സിലാവുന്നില്ല കേട്ടാ. നിങ്ങൾ കാണുമ്പോൾ അത്ര ചെറിയ പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് എനിക്ക് കാണാം. ഇത്രയുള്ളൊരു പീസ ഞാൻ എടുത്തിന്. ഓക്കെ, ഇതൊരു റബ്ബറൊക്കെ ചവക്കുന്ന ഫീലാണ്. റബ്ബർ രസമുണ്ടോന്ന് ചോദിച്ചാൽ മീൻസ് ഇതിന്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് ഇതൊരു ടേസ്റ്റ് ചെയ്യാത്ത ടേസ്റ്റാണ്. അതുകൊണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ഫീലിംഗ് ഇല്ലാത്തൊരു സാധനം വേണ്ടെങ്കിലും പറയാം. കഴിക്കാൻ പറ്റുമോ? കഴിക്കുന്നതൊന്നുമില്ല. നമ്മൾ മുന്നേക്കെ ചെറുതിലൊക്കെ റബ്ബർ ബാൻഡൊക്കെ വയലിട്ട് ചവച്ചിട്ടുണ്ടാവും, അതുപോലെ എനിക്കിപ്പോൾ ഫീൽ ആവുന്നത്. പക്ഷെ പച്ചിറച്ചി പോലെ തോന്നുന്നില്ല. പിന്നെയുള്ള 2 സലാഡ് ഞാൻ നോക്കി, കുഴപ്പമില്ല, നല്ല സലാഡായിരുന്നു. കുറച്ച് ലീഫ്, ടൊമാറ്റോ, ഓണിയൻ, കാബേജ് ഒക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു. അത് ഓക്കെയാണ്. സലാഡ് പിന്നെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ, പ്യുവർ വെജിറ്റബിൾസ് ആണ്. ആക്ച്വലി ബന്നി ഇതിന്റെ ഒരു കോമ്പിനേഷൻ അല്ല. ഞാൻ ഇതിന്റെ ഉള്ളിൽ വല്ല ക്രീം വരുന്നുണ്ടോന്ന് അറിയേണ്ടി എടുത്തിയാണ്. വെറൈറ്റി ആണെന്ന് നോക്കാം. ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ബന്നായിരിക്കും, ഒന്നുമില്ല, സോസിൽ ഡിപ്പ് ചെയ്യണ്ടയോ അങ്ങനെ എന്തെങ്കിലും? ജസ്റ്റ് ബന്നാണ്. അവിടെ കുറെ വെറൈറ്റി ബന്നും മീൻസ് ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കാം എന്തായാലും. ബന്നാണെങ്കിൽ ബൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെയിം നമ്മൾ നാട്ടിലെ ബ്രെഡ് കഴിക്കുന്ന സെയിം ഫീൽ ബന്നിന്റെ കാര്യത്തിൽ. ഫസ്റ്റ് തന്നെ നീ കാണിച്ചിട്ട് ജെല്ലി പോലത്തെ സാധനം എന്താന്നേ അറിയില്ല. പക്ഷെ ഇതിന് 2-3 കളേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഓറഞ്ച് കളർ, റെഡ്, ഗ്രീന്. ഇപ്പൊ എന്താന്നുള്ളത് നോക്കാം. നല്ലുണ്ട്. നമുക്കൊന്ന് നമ്മളൊക്കെ നാട്ടില് പണ്ട് ഈ ബൂമറൊക്കെ വന്നിട്ടേ അതിന് നടുവിലൊരു ജെല്ലി ഉണ്ടായിട്ട് ആ ടൈം ജെല്ലി വാങ്ങാൻ കിട്ടുന്ന ഷോപ്പ്. അടുത്ത നോക്ക്, കേക്ക്സ്. കേക്കുണ്ട്, അത് സ്വീറ്റാ. വേറെ സാധനം ഇത് കണ്ടോട്ടെ. ഇത് മാംഗോന്റെ സാധനം കട്ട് ചെയ്തിട്ടില്ല. അതൊന്ന് ഐ തിങ്ക് എന്തെങ്കിലും ടൈപ്പ് പുഡിംഗ് ആണെന്നുള്ളതാണ് തോന്നുന്നത്. പുഡിംഗ് തന്നെയാണ്. ഇപ്പൊ കൺഫ്യൂഷനാണ് ഇതിലെന്താ കഴിക്കേണ്ടതെന്നല്ല. ഇത് റാസ്ബെറിയുടെ ഒരു സാധനമാണ്, നിഗമനം എൻ്റെ. അടിപൊളി. ഇത് ചെറിയൊരു നമ്മളെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, 2 റാബിറ്റ്സ് എന്നുള്ള ബേക്കറിൻ്റെ ബാംഗ്ലൂരിൽ. അതിൻ്റെ വീഡിയോ ഉള്ള ഒരു കേക്കിൻ്റെ സെയിം ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കേക്ക് പ്ലീസ്. കേക്ക് ഒരു രക്ഷയില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. കാരണം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസായി പോയി. മീൻസ് നമ്മൾ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അത് കുറച്ച് വലിയ പീസ്. ഞാൻ വിചാരിച്ചത് ബാക്കിയാവും, പക്ഷെ ഇതെന്തായാലും ഞാൻ തിന്നു. പിന്നെ ഇതാ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതെന്നാണെന്ന് അറിയില്ല. ഇതാ വയലിട്ട് കടിക്കുമ്പോൾ ഫുള്ള് പൊടിഞ്ഞങ്ങ് അരിഞ്ഞു പോകും. പേരൊന്നും ഓർമ്മയില്ല, കാരണം അവിടെ കുറെ പേര് കണ്ടു ഇതിന്റെ. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വീഡിയോ പോകുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെയിം ഇതിപ്പോ എല്ലാം കൂടി കഴിക്കുമ്പോൾ എന്റെ പ്ലേറ്റിൽ നിന്ന് ഓരോന്ന് എടുത്ത് തന്നുമ്പോൾ ഒരുമാതിരി ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഫലൂദ കഴിക്കുന്ന ഒരു ഫീലാണ്.
കുറച്ച് നോക്കുമ്പോൾ കേക്കിൻ്റെ അടുത്ത്, കുറച്ച് നോക്കുമ്പോൾ ക്രീംസ്, ജെല്ലി, അതിൻ്റെ കൂടുതലാണെങ്കിൽ ഐസ്ക്രീം ഇല്ല, പക്ഷെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. ഏത് ഐറ്റം മനസ്സിലാവുന്നില്ല ഇപ്പം, അതാ വേറൊരു കാര്യം. പുഡിംഗ് ഉണ്ട് ഇതിൻ്റെ മിക്സിൽ. നൈസാ. അപ്പൊ റീമോ ഐസ്ക്രീം എല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഏതെല്ലാം റീമോ? എല്ലാ ഐസ്ക്രീമും ഉണ്ട് ഇതിൽ, നോക്കിക്കോ. പിസ്ത, സ്ട്രോബെറി, ഓറഞ്ച്, മാംഗോ, ചോക്ലേറ്റ്, പിസ്തയാണ്. നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് നാട്ടിൽ തന്നെ 2 രീതിയിൽ നമുക്ക് ഐസ്ക്രീം കിട്ടുമല്ലോ. നല്ല ബ്രാൻഡിൻ്റെയും അതുപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീംസ്. എല്ലാ ഫ്ലേവറും ഉണ്ട്, ഓൾമോസ്റ്റ് മിക്സായി. പിസ്ത ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. ഈ റോസ് കളർ 2 എണ്ണം കാണുന്ന 2 വെറൈറ്റിയാണ്. ഒന്ന് സ്ട്രോബെറി ആണ്, ഒന്ന് റാസ്ബെറി, അങ്ങനെ എന്തോ ഒരു വെറൈറ്റിയാണ്. ഇനിയും ഉണ്ട് 2 വെറൈറ്റി. പിന്നെ ഇത്രയും വെറൈറ്റി എടുത്ത് ഞാൻ അവിടെ നിർത്തി. ഇതൊക്കെ കഴിക്കണ്ടേ. നല്ല വലിയ സീറ്റിംഗ് അല്ലേ? അങ്ങ് തുടങ്ങിയിട്ട് അങ്ങ് വരെ ഉണ്ട്. വലിയ സീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു നല്ല സർവീസ് കേട്ടോ. അതായത് ഒരു സാധനം നമ്മൾ ഫിനിഷ് ആകുമ്പോൾ നമുക്ക് വന്ന് വേറെ എന്തെങ്കിലും വേണോ, നമ്മളെന്തെങ്കിലും ഡ്രിങ്ക്സ് എടുത്തില്ലെങ്കിൽ വെള്ളം വേണോ ജ്യൂസ് വേണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട് ടേബിള്. എങ്ങനെയുണ്ട് നമ്മുടെ ഒപ്പീനിയൻ വരെ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ലഞ്ച്. നല്ല സർവീസ്. അതുപോലെ ഫുഡിന്റെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് പോട്ടെ, പകുതി സാധനങ്ങൾ വരെ ഒരാൾക്കും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റും. ടേസ്റ്റ് നോക്കിയാൽ തന്നെ വയറ് ഫുള്ളാവും. ഇല്ല പറ്റൂല, കംപ്ലീറ്റ് സാധനം എന്തായാലും ടേസ്റ്റ് നോക്കാൻ കഴിയില്ല. അത്രയും ഐറ്റംസ് ഉണ്ട്. എനിക്ക് അതിലും വേറൊരു കാര്യം ഏറ്റവും ഇതായിട്ട് തോന്നിയത്, ഇപ്പം ഈ റെഡ് റൈസ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്ത്യയിലാണെങ്കിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് റെഡ് റൈസ്. നമ്മുടെ ചുവന്ന കുത്തരിയില്ലേ, അത് വരെ ഇവിടെയുണ്ട്. മുളക് കൊണ്ടാട്ടം, തേങ്ങാ ചമ്മന്തി, പിന്നെ പിക്കിളൊക്കെ എല്ലാവരും ഉള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറെ സാധനങ്ങൾ. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓവറോൾ വ്യൂ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് എന്താ പറയുക, കുക്ക് ചെയ്താണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. അതിവിടെ കോൾഡ് സ്റ്റോറേജ് പോലെ ഇങ്ങനെ തണുപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ നമ്മൾ കാണിച്ചു തരാം. ഈച്ചേനെ ഓടിക്കാനാണ് എൻ്റെ ഒരു നിഗമനം. അതാണെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും ഫുഡിന്റെ അടുത്തൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഫുഡ് ആപ്പിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഫുൾ ഫ്രൂട്ട് ആയിട്ട്. ബ്രെഡിന്റെ സെക്ഷൻ ഉണ്ട്. നമ്മൾ ഇപ്പം അത് കാണിച്ചു, ബ്രെഡാണ്. സാധാരണ നമ്മള് ഞാനൊക്കെ ഫോറിൻ കൺട്രീസിൽ ഉള്ള വീഡിയോസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ ബ്രെഡിന് ഇങ്ങനെ വെറൈറ്റികൾ. മൾട്ടി വീറ്റ് ബ്രെഡ്, ഫ്രഞ്ച്, ബഗോറ്റ, റെക്സ് മിലാനോ, സോഫ്റ്റ് റോള്, ഡാർക്ക് റോള്. ഓക്കെ പാ, എന്താ വ്യൂ ഒന്ന് നോക്ക് നിങ്ങൾ. എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഫുഡും കഴിച്ച് നല്ല മൂക്കും മുട്ട ഫുഡും കഴിച്ച് നിന്നിട്ട് ഇത് എവിടെ കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ നല്ല തട്ടൽ കേട്ടില്ല, അതാ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു. റീമോ വെള്ളത്തിലിറങ്ങാൻ പോയിട്ടുണ്ട്. എല്ലാരും ഇവിടെ ഉണക്കാനിട്ട പോലെ റീമോ താടെ പോയി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്രതീക്ഷമായി മഴ പെയ്യുന്നു മാൽഡീവ്സിൽ. ഈ സമയത്തൊന്നും പെയ്യാത്തതാണ് ശരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല, മാൽഡീവ്സിൽ ഇപ്പം മഴയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഫ്ലോറൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായതാ. നല്ല മഴ പെയ്തു, ഫുൾ മഴ. ഇതാ ഇവിടെയൊക്കെ മഴയുടെ ടൈം വന്നാൽക്കറിയാം, നല്ല മഴ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ആൾക്കാർ ഇപ്പോൾ എല്ലാവരും കെയർ ചെയ്യുന്നിട്ടുള്ളത്. എല്ലാവരും സൈഡിലേക്ക് കയറുന്നു. വെള്ളത്തിലുള്ള ആൾക്കാർ അവിടെ തന്നെ, കരയിലുണ്ടായ ആൾക്കാരൊക്കെ കെയർ ചെയ്യുന്നു.
നമ്മളും അതുപോലെ തന്നെ ഇപ്പോൾ കയറി ഇരിച്ചുള്ളത്. നല്ല മഴയാണ്. അങ്ങനെ മഴ സ്റ്റോപ്പ് ആയാലും നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നമുക്ക് മോക്ടെയിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് പിങ്ക് ലെമനേഡ്, ഇത് മിന്റ് കൂളർ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഹൗസ് ഇറ്റ്? ഇതിന്റെ ടേസ്റ്റാ? സദ്യയുടെ ടേസ്റ്റ് ഒന്നല്ല, ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഗ്രേപ്പ് ഗ്രേപ്പിന്റെ ഒരു ഇത് വരും, പക്ഷെ ആ ഒരു തരിപ്പില്ല. നമ്മുടെ സാധനം കുടിക്കുന്നതിന്റെ ആ ഒരു തരിപ്പ് അതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗ്രേപ്പിന്റെ ടേസ്റ്റ്. ഇത് ഞാൻ ട്രൈ ചെയ്യട്ടെ. മിന്റ് കൂളർ എങ്ങനെയുണ്ട് മാഡോ? മിന്റിന്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടായില്ലേ? നിന്റെ അത് നോക്കട്ടെ. ഇതാ രസം. ആടെ പോയി നോക്കി അറിയുമ്പോ ഡാൻസ് അങ്ങനെ കുറച്ചെടുത്തോ വീഡിയോ. എല്ലാരും പാട്ട് വെച്ച് ഡാൻസ് കളിക്കാന്ന്. അവരെ ഡ്രസ്സിങ് മാച്ച് ആവാത്തോണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഡാൻസ് കളിക്കാൻ. എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷെ നേരത്തെ പറഞ്ഞേനു റീമോ, നമുക്ക് ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുക്കാനോ. ഇതിപ്പോ പറ്റുന്നില്ല ഒന്നും. പൂഴിയൊക്കെ കേറി, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല. അതാ മാട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കടലിലത്. മാടിതൊന്നും കൊണ്ടുപോകാൻ പറ്റൂലേ? ഭാര്യ എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് പിടിക്കൂ. മതിയടി. മാൾഡീവ്സിന്റെ ഓർമ്മക്കാന്ന് തോന്നുന്നു മാളും അതൊക്കെ എടുക്കുന്നത്. ഇതൊക്കെയാണ് മാളും എടുത്തത്. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റൂലൊന്നും അറിയില്ല, നോക്കാം. അപ്പം നമ്മൾ ഈവനിങ് സ്നാക്സിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമുക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോകണം. എന്തൊക്കെയുള്ളതെന്ന് നോക്കാം പോയിട്ട്. മാളും നമുക്ക് ഈവനിങ് സ്നാക്സ് എടുക്കുന്നതാണ്. എന്തൊക്കെ ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ പഫ്സ് ഉണ്ട്, പിന്നെ നമ്മൾ മോർണിംഗ് അയച്ച പോലെ ബനാന കേക്ക് ഉള്ളത്. അത് 2-3 എടുത്തു. ക്രീമി ചിക്കൻ പഫ്സ് എന്നാണുള്ളത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. മതി, മറ്റേ ഞാൻ എടുത്തോളൂ. നമ്മൾ അവിടെ ഇതെടുത്തോ, സോസ്. അങ്ങോട്ടമാളൂ. ഓക്കെ, അപ്പൊ നമ്മള് ബീച്ച് ഫേസ് ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ്. നമ്മള് വെള്ളം ധരിക്കുക പപ്സിലല്ലോ, കുറച്ച് മുന്നോട്ടിരിക്കുക. ഇവിടേക്ക് വന്ന് അടിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഐറ്റംസ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഇവിടെയുള്ള പപ്സ് ചിക്കന്റെ, അതുപോലെ തന്നെ ബനാന കേക്ക്, പിന്നെ സോസ്. ഡ്രിങ്ക്സ് നമുക്ക് എന്തെങ്കിലും എടുക്കുക വേണമെങ്കിൽ. മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു നല്ല അടിപൊളി ഒരു മഴവില്ല് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എടുക്കാൻ പോയിട്ട് വരുന്നുണ്ട്. പപ്സ് ടേസ്റ്റ് ചെയ്ത് പറ എങ്ങനെയുണ്ടെന്ന്. ആദ്യം കേട്ടോ ഞാൻ വിചാരിച്ചത് ചിക്കൻ ക്രീമി പപ്സ് എന്നല്ലേ പറഞ്ഞേ. ഞാൻ വെച്ച് നമ്മുടെ നാട്ടിലുള്ള ചിക്കൻ പപ്സ് പോലെയായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തൊരു ചിക്കന്റെ പേസ്റ്റ് പോലത്തെയാന്ന് തോന്നുന്നുള്ളത്. അല്ല, ചിക്കന്റെ പീസ് ആയിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് തന്നെ. അതുപോലെ തന്നെ രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേനു, ഇപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടതാണ് പല ഫോറിനേഴ്സും പപ്സ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല. അവർ ഫ്രഞ്ച് ഫ്രൈസ് കൂടുതൽ എടുക്കുന്നത്. ഒരു പ്ലേറ്റ് നിറയൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുപോകും. മേ ബി അവർക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായിരിക്കും അങ്ങനെ. വാട്ടർ ബില്ലിനെ കുറിച്ച് എന്ത് പറയുന്നു? വാട്ടർ ബിൽ എക്സ്പീരിയൻസ് 1 ഡേ പ്ലാൻ വരുമ്പോൾ നമുക്ക് അകത്തൊന്നും കയറാൻ കഴിയില്ല, കാണാം, അങ്ങനെയൊക്കെ പറ്റൂ. പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം. അതായത് കുറേ സമയമുണ്ട്, രാവിലെ ഈവനിങ് വരെ. പിന്നെ അപ്പം ഒരാൾ മാത്രമാകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കുറച്ച് ഗ്യാങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടുന്ന് വെള്ളത്തിൽ കളിക്കാനും കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കാനും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം.
നല്ല ബോറാവും. പിന്നെ ഫുഡൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഉച്ചക്കൊക്കെ ഞാൻ ആ ഫുഡിന്റെ വീട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും വെറൈറ്റി ഫുഡാണ്. അപ്പൊ അതൊക്കെ നല്ല ഇതാണ്, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു വർത്താന്ന് പറയാം. അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ഇവിടെ എല്ലാ ടൈപ്പ് ഡ്രിങ്ക്സും ഇവിടെ കിട്ടുന്നുണ്ട്. അതും ഫ്രീ ആയിട്ടും അൺലിമിറ്റഡ് ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലത്. പക്ഷെങ്കിൽ അല്ലാതെ പറയുന്നതാണെങ്കിൽ രണ്ട് രീതിയിലും പറയാം. ചിലപ്പോൾ വാട്ടർ ബില്ല് വേസ്റ്റ് ആണെന്നും പറയാം. കാരണം ഇത്രയും മണി നമ്മളൊരു $100 നമ്മൾ കൊടുക്കണം രാവിലെ വൈകുന്നേരം. പക്ഷെ ഇവിടെ വന്നാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂർ നമ്മളിത് മൊത്തം ചുറ്റിക്കാണും. പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്ന പോലെയാണ്, വെള്ളത്തിൽ കളിക്കുക അതുപോലെയാണ്. ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ആവും. മീൻസ് വർത്താന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന വാട്ടർ ബില്ല എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. അത് വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാം. പക്ഷെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സ്റ്റേ ചെയ്യണ്ട. കാരണം ഇവിടെ സ്റ്റേ ചെയ്താൽ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഭയങ്കര റേറ്റും ആണ്. നമ്മളീ പറഞ്ഞ മാഫൂഷിലെ പുറത്തുള്ള ഐലൻഡിൽ സ്റ്റേ ചെയ്യുമ്പോൾ, ലോക്കലിലുള്ള ഐലൻഡിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ വളരെ കുറച്ച് ചീപ്പാണ് ഈ വാട്ടർ ആക്ടിവിറ്റീസ്. റൂംസിന് റെന്റ് കുറവാണ്. അങ്ങനെ കുറെ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു ലിമിറ്റഡ് ആണ്, ഈ ഒരു ഐലൻഡ് അകത്ത് മാത്രം, വേറെ ഒന്നുമില്ല ഇവിടെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ പൈസ കൊടുത്ത് മാഫൂഷിലേക്ക് പോകണം. അത് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ പല ആക്ടിവിറ്റീസിനും മാഫൂഷിലേക്ക് പോകണം നമ്മൾ. അത് എത്ര $1 പേ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ എന്തായാലും നിങ്ങൾ കാണിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം. അപ്പം നമ്മളെ 1 ഡേ വാട്ടർ വില്ല എക്സ്പീരിയൻസും തീരാനായി. ഇപ്പൊ ആക്ച്വലി ഇന്ന് നമ്മളെ ആനിവേഴ്സറി കൂടിയാണ്. അതാ നമ്മൾ ഈ ദിവസം ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ഇന്നത്തെ കൂടെ നമ്മളെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നാളെ മോർണിംഗ് നമ്മൾ റിട്ടേൺ ആണ്. മോർണിംഗ് പറ്റുമെങ്കിൽ ഒന്ന് സൺറൈസ് കാണാൻ പോകണം. അതും കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ തന്നെ, ഉച്ചക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും എയർപോർട്ട് ചെക്കൗട്ട് ചെയ്യും. അപ്പം മാൽഡീവ്സിന്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി വീഡിയോ നമ്മളിങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ 5 മണി സമയമായിട്ടുണ്ട്. നമ്മൾ വാട്ടർ വില്ലേൻ്റെ ടൈം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മളെ ബോട്ടാണോ ഇല്ല കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അവിടെ ഒരു ബോട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കട്ടെ, അതായത് നമ്മളെ ബോട്ടാണെന്ന് തോന്നുന്നു. അവിടെ പോയാലേ മനസ്സിലാവും അല്ല മാളു? അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? ഓക്കെ, വാ. അപ്പം ബൈ ടു അടാറൻ റണ്ണാൽഹി. ഓക്കെ, അങ്ങനെ നമ്മൾ വാട്ടർ വില്ലേനോട് ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നാന്ന്. കൊറേ ബോട്ട്സ് എല്ലാം വരുന്നുണ്ടെന്ന് തോന്നി. ഏതാ ബോട്ട് എന്നുള്ള കൺഫ്യൂഷൻ അല്ലേ? നമുക്ക് നോക്കാം, പോയി നോക്കാം. അങ്ങനെ നമ്മളെ മാൽഡീവ്സിന്റെ യാത്ര തീരാനായിരിക്കും അല്ലേ റീമോ? മാൽഡീവ്സ് ഏകദേശം അവസാനിക്കാനായി. അങ്ങനെ കുറച്ച് ദിവസം അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മൾ വരുമ്പം കണ്ടത്. ഇത് നമ്മൾ ഇവിടെ വന്നിട്ടില്ല. ആക്ച്വലി ഡൈവിംഗ് പോയിന്റ് ആണ്. വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡൈവിംഗ് പോയിന്റ് ആണ്. അതുപോലെ സ്കൂബേന്റെ സെക്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അതിന്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മളെ ബോട്ടായിരിക്കും അല്ലെ? അത് ഐക്കോം യെല്ലോ എന്നതിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ ബോട്ട് തന്നെയാണ്. അവരാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് ഐക്കോം എന്നുള്ളത്. പക്ഷെ എല്ലാരും ഐക്കോം വന്നേരിക്കൂലേ? അതറിയില്ല. അപ്പൊ ഇതാ നമ്മുടെ വാട്ടർ വില്ല. അപ്പം ഏകദേശം ജെട്ടി എന്ന് പറയാം, ബോട്ട് ജെട്ടി എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി. നമുക്ക് ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ തിരിച്ചു പോന്നാണ്. നമ്മളെ ബോട്ടാണ്. നമ്മൾ തിരിച്ചു പോന്നാണ്.